ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പാകിസ്ഥാനിലെ സമാധാന ചർച്ച ബുധനാഴ്ച നടക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുകയാണ്. അതേസമയം ഇറാൻ നിരവധി തവണ കരാർ ലംഘിച്ചുവെന്ന ആരോപണവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വീണ്ടും ആഞ്ഞടിച്ചു. ഇതിനിടെ കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് ഖത്തറും പ്രതികരിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ഏപ്രിൽ 22 ബുധനാഴ്ച വൈകിട്ട് വെടിനിർത്തൽ കരാർ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കി. അതേസമയം ഇനി പുതിയ കരാർ പ്രകാരം ധാരണയിലെത്താനായില്ലെങ്കിൽ വെടിനിർത്തൽ നീട്ടാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ധാരാളം ബോംബുകൾ വീണ്ടും പൊട്ടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം US ആണ് കരാർ ലംഘിച്ചതെന്നാണ് ഇറാന്റെ ആരോപണം. ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി ഇക്കാര്യം ആരോപിച്ചു. ഏപ്രിൽ 13 മുതൽ ഹോർമുസ് കടലിടുക്കിൽ US ഏർപ്പെടുത്തിയ നാവികോപരോധവും ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്തതും ഇതിന് ഉദാഹരണമാണ്. ഇത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മജീദ് അൻസാരി ദോഹയിൽ വാർത്താസമ്മേളനം നടത്തി. കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ഖത്തർ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. When it comes to the ceasefire, of course, contingencies are in place when it comes to hard security, but also when it comes to our national defensive posture. As you know, our armed forces did an amazing job in protecting our country and our people and the residents in Qatar during the attacks before the ceasefire. ഇതിനിടെ അമേരിക്കൻ സംഘം ചൊവ്വാഴ്ചയും ചർച്ചകൾക്കായി പാകിസ്ഥാനിലെത്തിയില്ല. എന്നാൽ USന്റെ ചാർജ് ഡി അഫയേഴ്സ് നതാലി എ ബേക്കർ പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് ദാറിനെ സന്ദർശിച്ചു. സമീപകാല സംഭവ വികാസങ്ങൾ ഇവർ ചർച്ച ചെയ്തു. അമേരിക്കയുമായി പുതിയ ചർച്ചകൾക്ക് പദ്ധതിയില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ മേഖലയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.